ഹലോ ഹലോ അജ്മലെ, കീർത്തന, നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്തില്ലേ മക്കളെ? മെറ്റീരിയൽസ് എല്ലാം ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്. ഓക്കെ, ഇന്നലത്തെയും ഇന്നത്തെയും ക്ലാസ്സിന്റെ ലിങ്ക് വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കും ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് അതിൽ. ശരി, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്നാല് തുടങ്ങിക്കൂടെ? 25 പേരായില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാ? ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കുന്നില്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞത് അല്ലേ? അല്ലേടാ? അപ്പോൾ ഞാനൊരു പ്രോബ്ലം തരാം. സോ ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ഫോളോ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ഫോളോ ഓഫ് ദ ഫോളോയിങ് ഗ്രാമർ. ഗ്രാമർ എഴുതിക്കോ. SD Rice നമ്മളിതല്ല ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കുന്ന റൂള് ഒരു എക്സാമ്പിൾ അല്ലേ ചെയ്ത്? ഞാൻ അതിന്റെ ബാക്കിയായിട്ട് തന്നെ പറയാണ്. എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ഫോളോ ഫോർ ദ ഫോളോയിങ് ഗ്രാമർ. എസ് ഡിറൈവ്സ് A, B, D, H and B derives, ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലല്ലോ, സ്മോൾ c ക്യാപിറ്റൽ C. C derives B, C bar epsilon. D derives E and F and E derives G bar epsilon and F derives capital F ആണ്. F derives small f bar epsilon. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റും ഫോളോവും കണ്ടുപിടിക്കുക വേണ്ടത്. ഫസ്റ്റ് ഫോളോ. ആദ്യം നമുക്ക് എസ് അവിടെ നിൽക്കട്ടെ. എസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറ, എസിന്റെ ഫസ്റ്റ് എന്താ വരിക? എസിന്റെ ഫസ്റ്റ് എന്താ വരിക? മനസ്സിലായില്ലേ? ഇത് മനസ്സിലായാലേ അടുത്ത ടേബിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല മക്കളെ. ഒന്ന് പറ, എസിന്റെ ഫസ്റ്റ് എന്താ? എസിന്റെ ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? എസ് എന്ന് പറയുന്ന സ്ട്രിങ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന ഫസ്റ്റിലത്തെ സ്ട്രിങ്, അത് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന സ്ട്രിങ്ങിന് ഫസ്റ്റ് ഏതായിരിക്കും എന്ന് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് നമ്മൾ സ്ട്രിങ് എന്ന് വെച്ചാൽ എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് ABC എന്ന് പറയുന്ന സ്ട്രിങ് ഈ ഗ്രാമർ വെച്ചിട്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നോക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ ഫസ്റ്റ് ക്യാരക്ടർ A ആണെങ്കിൽ എസിന്റെ ഫസ്റ്റിൽ A ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ശരിക്കും നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ എസിന്റെ ഫസ്റ്റ് A ആണ്. ഓക്കെ, ശരി. ബിന്റെ ഫസ്റ്റോ? നഫ, നേഹ, ദേവിക, സഹല. ആൻസർ പറഞ്ഞേ. ബിന്റെ ഫസ്റ്റ് എന്താ? ഫസ്റ്റ് ഓഫ് ബി C. Okay. Then first of C. First of C. മസ്ന, നിതിൻ, വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ അവിടെ? ദിൽന. ഓക്കെ. അപ്പൊ പറഞ്ഞേ ഇതിന്റെ ബി ആൻഡ് എപ്സിലോൺ. ഓക്കെ, വെരി ഗുഡ് കീർത്തന. ബി ആൻഡ് എപ്സിലോൺ.
Okay, and now what about first of D? First of D ആൻസർ നിങ്ങൾ കറക്റ്റ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ മനസ്സിലായി നിനക്കറിയാം. പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഡി. ജി എഫ് എപ്സിലോൺ. വെരി ഗുഡ്. ജി എഫ് എപ്സിലോൺ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായത് എങ്ങനെ വരുന്നെന്ന്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ അതെങ്ങനെ കിട്ടുന്നുള്ള കാര്യത്തില്? ഇല്ലല്ലോ. ഈ ആദ്യം ഇ ആണുള്ളത്. ഫസ്റ്റ് ഓഫ് ഇ എടുക്കുക. ജി ഇവിടെ എഴുതി. എപ്സിലോൺ ഇവിടെ എഴുതാനായിട്ടില്ല. എപ്സിലോൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഫസ്റ്റ് എഫ് വരും. ഫസ്റ്റ് ഓഫ് എഫ് എന്ന് വെച്ചാൽ എഫ്. എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എപ്സിലോൺ. ഡി ഡിറൈവ്സ് എപ്സിലോൺ എന്ന് വരും. അപ്പൊ ജി എഫ് എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, വെരി ഗുഡ്. അടുത്തതോ ഫസ്റ്റ് ഓഫ് ജി. ഫസ്റ്റ് ഓഫ് ഇ. ഫസ്റ്റ് ഓഫ് ഇ. G and epsilon. Yes, good. G and epsilon. എഫിൻ്റെ അതുപോലെ തന്നെ എഫ് ആൻഡ് എപ്സിലോൺ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് മനസ്സിലായി. എല്ലാവർക്കും ഫസ്റ്റ് പക്കയാണ്. അടുത്തത് ഫോളോ ഓഫ് എസ് ബി സി എൻ ഡി പറഞ്ഞു. ഫോളോ ഓഫ് എസ് എന്താ? ഫോളോ ഓഫ് എസ് ആദ്യത്തെ റൂള്, ഫോളോന്റെ ഫസ്റ്റിലത്തെ റൂൾ എന്താ? ഫോളോ ഓഫ് ദ സ്റ്റാർട്ട് സിമ്പിൾ കണ്ടെയ്ൻ ഓൾവേസ് ഡോളർ. ഓക്കെ, യെസ്. ഇനി ഡോളർ മാത്രമേ ആണോന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? റൈറ്റ് ഹാൻഡ് സൈഡിൽ എവിടെയെങ്കിലും എസ് ഉണ്ടോ നോക്കുക. എസ് ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും? റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതെങ്കിലും പ്രൊഡക്ഷൻ എസ് ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. സോ ഡോളർ മാത്രം. റൈറ്റ്? ഓക്കെ. നൗ വാട്ട് ഈസ് ഫോളോ ഓഫ് ബി? ഫോളോ ഓഫ് ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഫോളോ ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ബി കഴിഞ്ഞ അതിന്റെ തൊട്ടടുത്ത് വരുന്ന സിമ്പിൾ ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടത് അല്ലേ? അപ്പൊ ഫോളോ ഓഫ്, ഇപ്പൊ ബി ആണ് സിമ്പിള്. ബി ഇവിടെ ഉണ്ട്. വേറെ എവിടെയെങ്കിലും ബി ഉണ്ടോ? ഇല്ല. ഫോളോ ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ കിട്ടുക? അപ്പോ പറഞ്ഞോ. ഫോളോ ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ റൂൾ എന്തായിരുന്നു? എ ഡിറൈവ്സ് എ ആൽഫ ബാർ ബീറ്റ ആണ്. ആൽഫേൻ്റെതാണ് നമുക്ക് ഫോളോ കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ ഫസ്റ്റ് ഓഫ് ബീറ്റ. പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പൊ ഇവിടെ എന്താ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്? എസ് ഡിറൈവ്സ് എ ബി ഡി എച്ച് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ഫോളോ ഓഫ് ബി ആണ്. അപ്പോൾ ബി ഫോളോ ചെയ്ത് വരുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ ഫസ്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഡി എച്ച് എന്നാണ് വരിക. റൈറ്റ്? ഫസ്റ്റ് ഓഫ് ഡി എച്ച് എന്ന് വെച്ചാൽ എന്താ കിട്ടുക? ഫസ്റ്റ് ഓഫ് ഡിയിൽ എന്തൊക്കെയുണ്ട് നോക്കൂ. ഫസ്റ്റ് ഓഫ് ഡി, ഫസ്റ്റ് ഓഫ് ഡിയിൽ എന്തൊക്കെയുണ്ട്? ജി ഉണ്ട്, എഫ് ഉണ്ട്, വേറെ ആരാ ഉള്ളത്? എപ്സിലോൺ ഉണ്ട് അല്ലെ? പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും എപ്സിലോൺ എന്ന് പറയുന്ന സാധനം ഫോളോയില് വരില്ല. ഫോളോയില് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ ഉണ്ടെങ്കിൽ അതിന്റെ ആ പെർട്ടിക്കുലർ പൊസിഷൻ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. തൊട്ടടുത്ത വാല്യൂ എന്താണ് വരുന്നത് അത് നോക്കുക വേണ്ടത്. ഓക്കെ, അപ്പോൾ ജി ആൻഡ് എഫ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? എങ്ങനെ കിട്ടിയത്? ഫോളോ ഓഫ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഡി എച്ച് ആണ്. ഫസ്റ്റ് ഓഫ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എഫ് ആൻഡ് എപ്സിലോൺ ആണ്. എപ്സിലോൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഞാൻ. എപ്സിലോൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഓഫ് എച്ച് എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് തന്നെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ? ഫസ്റ്റ് ഓഫ് എ ടെർമിനൽ ഇസ് ഓൾവേസ് ദാറ്റ് സിമ്പിൾ ഇറ്റ്സെൽഫ്. ക്ലിയർ ആയോ? ഈ പറഞ്ഞ മനസ്സിലായോ അജ്മൽ, ഫസ്ന, നേഹ, സഹല, ദിൽന? പറയൂ. ഇല്ല, മനസ്സിലായിട്ടില്ല? മനസ്സിലായോ അജ്മലെ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ മക്കളെ? മനസ്സിലായോ? എപ്പോഴും
എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിനായിക്കോട്ടെ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനായിക്കോട്ടെ എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷനാണ് ഇത്, ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കാനുള്ളത്. യെസ്. എന്നാല് ഇനി ആരാ? അജ്മൽ ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് ഫോളോ ഓഫ് സി? വാട്ട് ഈസ് ഫോളോ ഓഫ് സി? പറയാവോ ഫോളോ ഓഫ് സി എന്താണ്? കേക്കുന്നില്ലടാ, ഒന്ന് പറയ് പിള്ളേരെ. അഖിൽ സി ഇപ്പോൾ അതിൻ ഫസ്ന, അനക, കീർത്തന. എന്റെ നെറ്റ് കണക്ഷൻ പോയി. ഫോളോ ഓഫ് സി എന്ന് പറയുമ്പോൾ ഫോളോ ഓഫ് ബി. ഫോളോ ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഒക്കെ എവിടെയൊക്കെ ഉണ്ട് നോക്കാം. സി എവിടെയൊക്കെ ഉള്ളത്? ഇവിടെയുണ്ട് ഒരു സി, ഇവിടെയുണ്ട് ഒരു സി. ഫോളോ ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാല് സി റൈറ്റ് എൻഡിൽ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? അതാണ് അവിടുത്തെ റൂള്. സി എപ്പോഴെങ്കിലും റൈറ്റ് എൻഡിൽ വരുവാണെങ്കിൽ, അതായത് റൂൾ ഇങ്ങനെയാണെന്ന് ചോദിച്ചു, എ ഡിറൈവ്സ് ബി സി. എന്നോട് സിന്റെ ഫോളോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഞാൻ ഏതിന്റെ ഫോളോ കണ്ടുപിടിക്കും? ഫോളോ ഓഫ് എ. റൈറ്റ്? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? റൈറ്റ് എൻഡിൽ ഏതെങ്കിലും ഒരു സിമ്പിളിന്റെ ഫോളോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സിമ്പിൾ ഏതാണോ അതിന്റെ ഫോളോ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ആദ്യം നോക്കുന്ന സമയത്ത് ബി സി കണ്ടു. സി എടുക്കുന്ന സമയത്ത് എന്താ കിട്ടുക? ഫോളോ ഓഫ് സി വരും. ഫോളോ ഓഫ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയില്ല. അടുത്ത ഇവിടെയുണ്ട് ഒരു സി, ഇവിടെ എടുക്കുന്ന സമയത്ത് ഫോളോ ഓഫ് ബി വരും. റൈറ്റ്? ഫോളോ ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ? ഫോളോ ഓഫ് ബി ഏതൊക്കെയാ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചില്ലേ, ജി എഫ് എച്ച് എന്ന്. അത് തന്നെ വരും, ജി എഫ് ആൻഡ് എച്ച് എന്ന് വരും. ക്ലിയർ ആയോ? നിതിൻ, അതിൻ, ദേവിക, സഹല, വൈഷ്ണവി, സംഗീത്, മനസ്സിലായോടാ? ബീന്റെ ഒന്നും കൂടി പറയാ, ചെറിയ കൺഫ്യൂഷൻ. ബീന്റെതാ പറയേണ്ടത്. ഓക്കെ, ബി അല്ലേ? ബി എന്ന് വെച്ചാൽ നമ്മൾ ഫോളോ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ മീനിങ് എന്താ? ഫോളോ എന്ന് വെച്ച് കഴിഞ്ഞാല് ബി കഴിഞ്ഞിട്ട് തൊട്ട് വരുന്ന സിമ്പൽ ഏതൊക്കെയാണ് അത് നോക്കുക. ഇപ്പൊ ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സിമ്പൽ ഏതൊക്കെയാ? ഡി ആൻഡ് എച്ച്. നമ്മളൊരു ഫോളോ ഓഫ് ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സിമ്പലിന്റെ, അതായത് ഇത് കഴിഞ്ഞ് വരുന്ന സിമ്പലിന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓഫ് ഡി ആൻഡ് എച്ച് എന്ന് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓഫ് ഡി എന്താ? ഫസ്റ്റ് ഓഫ് ഡി എന്ന് വെച്ചാൽ ഏതൊക്കെയാ ആ സെറ്റിലുള്ളത്? ജി ഉണ്ട്, എഫ് ഉണ്ട്, എപ്സിലോൺ ഉണ്ട് അല്ലേ? അപ്പോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജിയും എഫും വരും, എപ്സിലോൺ ഒരിക്കലും ഫോളോയിൽ വരാൻ പാടില്ല. ഫോളോയിൽ എപ്സിലോൺ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സിമ്പലും എപ്സിലോൺ ഫോളോ ചെയ്യില്ല. അതൊരു റോങ് കൺസെപ്റ്റ് ആണ്. എപ്പോഴും ടെർമിനൽസ് മാത്രമേ അല്ലെങ്കിൽ നോൺ ടെർമിനൽസ് മാത്രമേ ഫോളോ ചെയ്ത് വരുള്ളൂ. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് ജി ആൻഡ് എഫ് എടുത്ത് എഴുതാം ഫോളോയിലേക്ക്. അടുത്ത് വരുന്ന സിമ്പിൾ ഏതാ? എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഈ ഡിന്റെ സ്ഥാനത്ത് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള സിമ്പിൾ ഏതാ? ഫസ്റ്റ് ഓഫ് എച്ച്. ഫസ്റ്റ് ഓഫ് എ ടെർമിനൽ എന്ന് പറയുന്നത് ആ ടെർമിനൽ തന്നെയായിരിക്കും. ഫസ്റ്റ് ഓഫ് എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എച്ച് തന്നെ വരും. ഇപ്പം ക്ലിയർ ആയോ? ഞാൻ അതിന്റെ റൂൾ ഒന്നും കൂടെ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. നമ്മൾ ഇന്നലെ എഴുതിയൊരു റൂൾ ഇല്ലേ? ഓക്കെ, ഫോളോ കണ്ടുപിടിക്കാനുള്ള റൂള് നോക്കാം. ഫസ്റ്റിലത്തെ റൂൾ എന്ന് വെച്ചാൽ ഫോർ ദ സ്റ്റാർട്ട് സിമ്പിൾ എസ്, സ്റ്റാർട്ട് സിമ്പിളിന് എപ്പോഴും ഡോളർ ആയിരിക്കും.
അതിന്റെ ഫോളോയിൽ ഉണ്ടാവുക. ഓക്കെ, അടുത്തതോ എ ഡിറൈവ്സ് ആൽഫ ബി എന്ന് വെച്ചാൽ എന്താ? നമുക്കിപ്പോ ഫോളോ ഓഫ് ബി ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതിന്റെ ഫോളോ ആണ് വരിക? ബി എവിടെയുള്ളത്? ബി എവിടെയുള്ളത്? ബിന്റെ പൊസിഷൻ എവിടെയാ നോക്കാം. ബിന്റെ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിലാണോ? മിഡിലാണോ ബി ഉള്ളത്? അല്ല, റൈറ്റ് എൻഡിലാണ് ബി ഉള്ളത് അല്ലെ. റൈറ്റ് എൻഡിൽ ബി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതിന്റെ ഫോളോ കണ്ടുപിടിക്കണം? എന്റെ ഫോളോ. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിന്റെ ഫോളോ കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യത്തെ റൂള്, രണ്ടാമത്തെ റൂള്. ഇനി മൂന്നാമത്തെ റൂൾ എന്താ? എ ഡിറൈവ്സ് ആൽഫ ബി ബി ബീറ്റ. അപ്പൊ നമ്മളോട് പറയാണ് ഫോളോ ഓഫ് ബി കണ്ടുപിടിക്കാൻ പറയാണെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഫോളോ ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി കഴിഞ്ഞ് ബാക്കി വരുന്ന സാധനങ്ങളുടെ ഫസ്റ്റ് കണ്ടുപിടിക്കും. ഫസ്റ്റ് ഓഫ് ബീറ്റ കണ്ടുപിടിക്കും. ഇനി ഈ ഫസ്റ്റ് ഓഫ് ബീറ്റയിൽ എവിടെയെങ്കിലും അപ്സിലോൺ വരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ പൊസിഷനിൽ അപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കിയുള്ള സാധനങ്ങളുടെ ഫസ്റ്റ് കണ്ടുപിടിക്കും. ഇതാണ് 3 റൂള്. ഏതൊക്കെയാ റൂള്? സ്റ്റാർട്ട് സിമ്പിളിന്റെ എപ്പോഴും ഫോളോ ഡോളർ ആയിരിക്കും. റൈറ്റ് എൻഡിൽ വരുന്ന ഏതെങ്കിലും ഒരു സിമ്പിൾ ആണെങ്കിൽ, റൈറ്റ് എൻഡിൽ വരുന്ന സാധനത്തിന്റെ ഫോളോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മൾ അതിന്റെ ലെഫ്റ്റ് എൻഡിലുള്ള ഐറ്റത്തിന്റെ ഫോളോ ആണ് എഴുതുക. മൂന്നാമത്തത് എ ഡിറൈവ്സ് ആൽഫ ബി ബീറ്റ. നടുവിലുള്ള ഏതെങ്കിലും ഒരു സിമ്പിളിൻ്റെതാണ് ഫോളോ കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ അതിന്റെ തൊട്ട് വരുന്ന സാധനത്തിന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓഫ് ബീറ്റ. ഇനി ഈ കണ്ടുപിടിക്കുന്ന ഫസ്റ്റില് അപ്സിലോൺ ഉണ്ടെങ്കിൽ ആ പൊസിഷനിൽ അപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ ആയോ അജ്മൽ, അനഘ, അഭിനന്ദ്, അഞ്ജിത, ശ്രീഷ്മ, നേഹ, നഫ, റൈസ, സംഗീത്? ഇപ്പൊ ഓക്കെ ഇല്ലേ? ഇനി ഡൗട്ട് ഉണ്ടാവില്ലല്ലോ? ഓക്കെ, ഇനി എന്നാലും വാ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നിങ്ങൾ തന്നെ ഫോളോ പറഞ്ഞാലേ ഞാൻ അടുത്ത പറയുള്ളേ. നിങ്ങൾ തന്നെ ഫോളോ കണ്ടുപിടിച്ച് പറയണം എന്നോട്. എന്റെ ക്വസ്റ്റ്യൻ എവിടെയാ? ഇവിടെ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് എനിക്ക് കണ്ടുപിടിക്കുന്നത് ഫോളോ ഓഫ് ഡി. ഫോളോ ഓഫ് ഡി എന്താ? ഫോളോ ഓഫ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കുന്നത് റൈറ്റ്, ആ തന്നിരിക്കുന്ന ഗ്രാമറിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡി എവിടെയൊക്കെ വരുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത സിമ്പിൾ തൊട്ടിട്ട് നമ്മൾ പഠിച്ച റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടത്. ഡി എവിടെയൊക്കെ വരുന്നുണ്ട്? എത്ര പൊസിഷനിൽ ഡി ഉണ്ട്? ഇവിടെ ഒരു ഡി ഉണ്ട് അല്ലെ? വേറെ എവിടെയെങ്കിലും ഡി ഉണ്ടോ? ഇല്ല, ഇല്ലല്ലോ. ഒറ്റൊരു പൊസിഷനിലല്ലേ ഡി ഉള്ളൂ അല്ലേ? അപ്പോ ഫോളോ ഓഫ് ഡി എന്ന് വെച്ചാൽ എന്താ കിട്ടുക? ഫോളോ ഓഫ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് എച്ച്. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ. നിങ്ങൾ നോട്ടിൽ എഴുതുന്ന സമയത്ത് ഫോളോ ഓഫ് ഡി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് എച്ച് എന്ന് എഴുതുക. ഫസ്റ്റ് ഓഫ് എച്ച് എന്ന് വെച്ചാൽ എന്താ? എച്ച് തന്നെ. എന്നിട്ട് ആൻസറിൽ എഴുതുക ഫോളോ ഓഫ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ആണ്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ നോക്കുന്ന സമയത്ത് ഓർമ്മ വരും എങ്ങനെ കിട്ടിയെന്ന്. ഇതും ക്ലിയർ ആയല്ലോ? ഇതൊരു ഓക്കെ അല്ലേ? നൗ വാട്ട് ഈസ് ഫോളോ ഓഫ് ഇ? ഇ എവിടെയൊക്കെ വരുന്നുണ്ട്? ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമേ ഇ ഉള്ളൂ. വാട്ട് ഈസ് ഫോളോ ഓഫ് ഇ? ഫോളോ ഓഫ് ഇ എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്ത് കണ്ടുപിടിക്കണം? ഈ റൈറ്റ് ഹാൻഡിലുള്ള സിമ്പിൾ ആണോ? അല്ല. സ്റ്റാർട്ട് സിമ്പിൾ ആണോ? അല്ല. മിഡിലാണ് വരുന്നത്. മിഡിൽ വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിന്റെ തൊട്ടടുത്ത സിമ്പിളിനെ ഫസ്റ്റ് കണ്ടുപിടിക്കും. വാട്ട് ഈസ് ഫസ്റ്റ് ഓഫ് എഫ്? വാട്ട് ഈസ് ഫസ്റ്റ് ഓഫ് എഫ്? എഫ് ആൻഡ് എപ്സിലോൺ. ഇതിൽ വരുന്ന സമയത്ത് ഫോളോയിൽ എപ്സിലോൺ വരുമോ? എപ്സിലോൺ എഴുതാൻ പാടില്ല, എഫ് മാത്രം എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യും? എഫിന്റെ പൊസിഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എഫിന്റെ പൊസിഷനിൽ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ പൊസിഷനിൽ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതല്ലേ ഇതിന്റെ മീനിങ്? ഡി ഡിറൈവ്സ് ഇ ആൻഡ് എഫ് ഉള്ളത്. എനിക്ക് ഫോളോ ഓഫ് ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോളോ ഓഫ് ഇ. ഫോളോ ഓഫ് ഇ എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ഓഫ് എഫ്. ഫസ്റ്റ് ഓഫ് എഫ് എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ഓഫ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ആൻഡ് എഫ് ആൻഡ് എപ്സിലോൺ അല്ലെ? എഫ് ആൻഡ് എപ്സിലോൺ. അപ്പൊ ഞാൻ എഫ് ഇവിടെ എഴുതി, എപ്സിലോൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എപ്സിലോൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും?
ഫോളോ ഓഫ് ഇ എന്ന് പറയുന്നത് റൈറ്റ് എൻഡിലെ സാധനമായി അല്ലെ? ഈ ഒറ്റക്കല്ലേ ഉള്ളൂ, എപ്സിലോൺ എന്ന് വെച്ചാൽ ഇവിടെ ഒന്നുമില്ല. റൈറ്റ് എൻഡിലെ സിമ്പിളിന്റെ ഫോളോ കണ്ടുപിടിക്കാൻ പറയാൻ ഞാൻ എന്ത് ചെയ്യും? ലെഫ്റ്റ് എൻഡിലെ സിമ്പിളിന്റെ ഫോളോ എഴുതും. ലെഫ്റ്റ് എൻഡിലെ സിമ്പിൾ ഏതാ? ഡി. വാട്ട് ഈസ് ഫോളോ ഓഫ് ഡി? എച്ച്. എച്ച് കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? ഡി ഡിറൈവ്സ് ഇ എഫ് എന്നായിരുന്നു നമ്മുടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോളോ ഓഫ് ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇ എവിടെയുള്ളത്? എഫിന്റെ അടുത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഫോളോ ഓഫ് ഇ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് എഫ് കണ്ടുപിടിക്കും. ഫസ്റ്റ് ഓഫ് എഫ് എന്ന് വെച്ചാൽ ഏതൊക്കെയാ? ഇവിടെ നോക്കുക, ഫസ്റ്റ് ഓഫ് എഫ്, എഫ് ബാർ എപ്സിലോൺ. അപ്പൊ ഞാൻ ഫോളോ ഓഫ് ഇയില് ആദ്യം എഫ് എഴുതും, എന്നിട്ട് എന്ത് ചെയ്യും? ഈ എപ്സിലോൺ ഈ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇ ആൻഡ് എഫിന്റെ അടുത്ത് എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ എന്ന് മാത്രമായി. അപ്പോൾ ഡി ഡിറൈവ്സ് ഇ ആയി. ഏതെങ്കിലും ഒരു ടെർമിനൽ, ഏതെങ്കിലും ഒരു സിമ്പിളിന്റെ റൈറ്റ് എൻഡിലെ സിമ്പിളിന്റെ ഫോളോ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിന്റെ ലെഫ്റ്റ് എൻഡിലെ സിമ്പിളിന്റെ ഫസ്റ്റ് എഴുതും, റൈറ്റ്? അല്ല, ഫോളോ എഴുതും. വാട്ട് ഈസ് ഫോളോ ഓഫ് ഡി? എച്ച്. അങ്ങനെയാണ് ഇവിടെ എച്ച് വന്നത്. ഇത് മനസ്സിലായോ നിതിൻ? ഫസ്ന മനസ്സിലായോ? അജ്മൽ, അനക, നേഹ, നഫ, അതിൻ, അതുൽ. ഓക്കെ, ഇനി അടുത്ത എന്നാല് എഫിന്റെ ഫോളോ പറ. വാട്ട് ഈസ് ഫോളോ ഓഫ് എഫ്? പറയൂ, ഫോളോ ഓഫ് എഫ് എന്താണ്? എങ്ങനെ കിട്ടി നഫ എച്ച് എന്ന്? എച്ച് എന്ന് പറയുമ്പോ ഫോളോ ഓഫ് എഫ് എന്ന് പറയുമ്പോ റൈറ്റ് സൈഡിലില്ലേ? റൈറ്റ് എൻഡിലെ സിമ്പിൾ ആണ്. അപ്പൊ ഫോളോ ഓഫ് ഡി ആണ് കാണണ്ടേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എച്ച് കിട്ടിയല്ലോ. അപ്പൊ ഫസ്റ്റിന്റെ റൂളും മനസ്സിലായി, ഫോളോന്റെ റൂളും മനസ്സിലായി. ഫോളോ കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നെണ്ണം ഓർത്ത് വെക്കേണ്ടത്. ആദ്യത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് സിമ്പിൾ ആണോ? സ്റ്റാർട്ട് സിമ്പിൾ ആണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട, ഡോളർ എഴുതുക. രണ്ടാമത്തത് റൈറ്റ് ഹാൻഡ് സിമ്പിൾ ആണോ? റൈറ്റ് ഹാൻഡ് സിമ്പിളിന്റെ ഫോളോ ആണോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സാധനത്തിന്റെ ഫോളോ എഴുതുക. ഇനി മിഡിലുള്ള സാധനത്തിന്റെ ഫോളോ ആണോ കണ്ടുപിടിക്കേണ്ടത്? എന്നാ ചെയ്യുക? ബാക്കിയുള്ള സാധനത്തിന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് എഴുതുക. എപ്സിലോൺ വരുന്ന കേസിൽ എപ്സിലോൺ ഫോളോയിൽ വരാൻ പാടില്ല, വന്നത് തെറ്റാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അവിടെ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ ബാക്കിയുള്ള ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുന്നുണ്ട്. ഇത് എന്താ പറയാ, നമ്മുടെ കമ്പൈലർ ഡിസൈനിലെ ടെക്സ്റ്റ് ബുക്കിലെ എൻറ്റയർ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഗ്രാമറാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമറാണ് ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുക. ഈ ഗ്രാമറിനെ തന്നെ ഈ തന്നിരിക്കുന്ന ഞാൻ ഇപ്പം ഇനി അടുത്ത് എഴുതാൻ പോകുന്ന ഗ്രാമറില്ലേ, ഈ ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ എക്സാമ്പിൾ ഇൻ കമ്പൈലർ ഡിസൈൻ എന്ന് പറയാം. ഞാൻ ഇതിന് മുമ്പ് എഴുതിയിട്ടുണ്ട് ഈ ഗ്രാമർ. ഇതാണ്, എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ. ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ഫോളോ ഓഫ് ദ ഗ്രാമർ. ഇത് കണ്ടുപിടിച്ചിട്ട് വേണം ഇതിന്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനേ, അതിന് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഈ ഡിറൈവ്സ് ടി ഇ ഡാഷ്, എല്ലാവരും നോട്ടിൽ എഴുതിക്കോട്ടോ. ഇ ഡിറൈവ്സ് ടി ഇ ഡാഷ് ആൻഡ് ഇ ഡാഷ് ഡിറൈവ്സ് പ്ലസ് ടി ഇ ഡാഷ് ബാർ എപ്സിലോൺ ആൻഡ് ടി ഡിറൈവ്സ് എഫ് ടി ഡാഷ് ആൻഡ് ടി ഡാഷ് ഡിറൈവ്സ് സ്റ്റാർ എഫ് ടി ഡാഷ് ബാർ എപ്സിലോൺ ആൻഡ് എഫ് ഡിറൈവ്സ് ഐ ഡി ബാർ എപ്സിലോൺ. ഈ ഗ്രാമർ കണ്ടുപിടിച്ചിട്ട്, അതായത് ഈ ഡിറൈവ്സ് ടി ഇ ഡാഷ് എന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നതിൽ നിന്ന്? ഇത് എന്ത് ടൈപ്പ് ഗ്രാമറാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്ത് ടൈപ്പ് ഗ്രാമറാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആക്ച്വലി ഇതൊരു നമ്മൾ പഠിച്ചൊരു മെത്തേഡ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. മനസ്സിലാവുന്നില്ല? മനസ്സിലായിട്ടില്ല? ലെഫ്റ്റ് റിക്കർഷൻ, യെസ് യെസ്, ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എല്ലാവരും.
ലെഫ്റ്റ് റിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താ വരിക? എ ഡിറൈവ്സ് എ ആൽഫ ബാർ ബീറ്റ എന്നുള്ള ഫോർമുല ഉണ്ടായ ഗ്രാമറിനെ ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് ഏതിലേക്ക് മാറ്റി? എ ഡിറൈവ്സ് ബീറ്റ എ ഡാഷ്, എ ഡാഷ് ഡിറൈവ്സ് എപ്സിലോൺ ബാർ ആൽഫ എ ഡാഷ്. അതാണ് ഈ രണ്ട് ഗ്രാമർ എന്ന് പറയുന്നത്, ആദ്യത്തെ 1 and 2 എന്ന് പറയുന്ന ഗ്രാമേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് നോർമലി ഗ്രാമർ തരും, എന്നിട്ട് നിങ്ങളോട് പറയും പ്രിപ്പയർ അല്ലെങ്കിൽ ജനറേറ്റ് എ പ്രെഡിക്റ്റീവ് പാസിംഗ് ടേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് റിക്കേഷൻ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് റിക്കേഷൻ റിമൂവ് ചെയ്തിട്ട് വേണം അത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ലെഫ്റ്റ് റിക്കേഴ്സീവ് ആയിട്ടുള്ള ഗ്രാമർ ലെഫ്റ്റ് റിക്കേഷൻ റിമൂവ് ചെയ്തിട്ടാണ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ വരൂ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ ഇതിന്റെയും രണ്ടിന്റെയും ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കാം. വേഗം പറയൂ, എന്നിട്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാലോ. ഫസ്റ്റ് ഫോളോ. ഫസ്റ്റ് ഓഫ് ഇ പറയും. ഫസ്റ്റ് ഓഫ് ഇ. ഫസ്റ്റ് ഓഫ് ഇ. കിട്ടുന്നില്ലേ? ഓട്ടെ, നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ച് വിഷമം. ആദ്യം ഫസ്റ്റ് ഓഫ് ടി ഡാഷ് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്താ കിട്ടുക? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഫസ്റ്റ് ഓഫ് ടി ഡാഷ് ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്ന് പറയുമ്പോൾ സ്റ്റാർ മാത്രമാണോ ആകാ? അല്ലല്ലോ, ഫസ്റ്റില് എപ്സിലോൺ എഴുതുവേ. ഫസ്റ്റിൽ എപ്സിലോൺ എഴുതും, ഫോളോയിൽ മാത്രമേ എപ്സിലോൺ എഴുതാണ്ടിട്ടുള്ളൂ. ഇനി ഫസ്റ്റ് ഓഫ് എഫ് എന്തൊക്കെയാ? ഐ ഡി ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റും അതിലാണേ വരിക. ഇത് ഓപ്പൺ ബ്രാക്കറ്റാ, അതും ഫസ്റ്റിലാ വരും. ഓക്കെ അല്ലേ? ഇനി അടുത്തതിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ടി ആ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ടി എന്ന് വെച്ചാൽ എന്താ? ഈ മൂന്നാമത്തെ ഇത് 1 2 3 4 5. ഇതിൽ 4ഉം 5ഉം ഡയറക്റ്റാ. 3 പറയുന്ന സമയത്ത് നോക്കിയേ, വാട്ട് ഈസ് ഫസ്റ്റ് ഓഫ് ടി? ഫസ്റ്റ് ഓഫ് ടി നിങ്ങൾ ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് എഴുതി വെച്ചില്ലേ, മറന്നു പോകും. ഫസ്റ്റ് ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് ഓഫ് എഫ്. ഫസ്റ്റ് ഓഫ് എഫ് എന്താ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഇത് ഓൾറെഡി ഇതില് ഫസ്റ്റ് ഓഫ് എഫ് എന്താ? ഐ ഡിയും ഓപ്പൺ ബ്രാക്കറ്റും അല്ലേ ഫസ്റ്റ് ഓഫ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലേ? അത് തന്നെ ഇവിടെ എഴുതുക. ഐ ഡിയും ഓപ്പൺ ബ്രാക്കറ്റും. ഇത് സി അല്ലേ, ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവല്ലേ? കിട്ടിയല്ലോ. ഓക്കെ, ടി കിട്ടി. ഇനി ഫസ്റ്റ് ഓഫ് ഇ ഡാഷാ. ഇനി ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് നിങ്ങൾ പറയണം, ഞാൻ പറയില്ല. പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് ആണ്. ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് അഭിനവ്, അനുഗ്രഹ്, ജസ്ന, പ്രണവ്, സംഗീത്, സാരംഗ്, വൈഷ്ണവി. പറയൂ മക്കളെ, വാട്ട് ഈസ് ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്? റൈസ, നഫ, സഹല.
ആരെങ്കിലൊക്കെ പറയും മക്കളെ. അയ്യോ എന്താ മിണ്ടാത്തെ? പ്ലസ്. ഓക്കെ, ഗുഡ്. പ്ലസും പ്ലസ് ഇവിടെ ഈ ഗ്രാമറിൻ്റെത് പ്ലസ്. ഇതിന്റെ ആണെങ്കിലോ എപ്സിലോൺ. യെസ്, പ്ലസ് ആൻഡ് എപ്സിലോൺ. അതെന്താ പറയാൻ മടി പിന്നെ എല്ലാവർക്കും. ഓക്കെ, അടുത്തതോ ഫസ്റ്റ് ഓഫ് ഇ. ഫസ്റ്റ് ഓഫ് ഇ എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ഓഫ് ഇ ഫസ്റ്റ് ഓഫ് ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഏത് സിമ്പിളിന്റെയാ? ഫസ്റ്റ് ഓഫ് ടി. ഫസ്റ്റ് ഓഫ് ടി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു, ഐ ഡി ആൻഡ് ഓപ്പൺ ബ്രാക്കറ്റ്. അത് തന്നെ ഇവിടെയും വരും. ഓക്കെ, ഡൺ. ഇനി ഫോളോ. ഞാൻ ഒന്നും എഴുതില്ല, നിങ്ങൾ തന്നെ പറയണം. വാട്ട് ഈസ് ഫോളോ ഓഫ് ഇ? ഞാൻ ഓരോരുത്തരെ വിളിക്കണം, അത് നിങ്ങളായിട്ട് തന്നെ പറയുന്നു. അഞ്ജിത, ദിൽന, സഹല, സംഗീത്, സാരംഗ്, ശ്രദ്ധ, വൈഷ്ണവി, നിതിൻ, നഫ. പറഞ്ഞേ. നിതിൻ ബാബു പറഞ്ഞേ. ഹലോ. പറഞ്ഞൂടാ, കേൾക്കുന്നുണ്ട്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോളോ ഓഫ് ഇ ആണ്. ഫോളോ ഓഫ് ഇ കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇ എന്ന് പറയുന്നത് എന്ത് സിമ്പിളാ? സ്റ്റാർട്ട് സിമ്പിൾ അല്ലേ? അപ്പൊ സ്റ്റാർട്ട് സിമ്പിളിന്റെ ഫോളോ എവിടെ വരും? സ്റ്റാർട്ട് സിമ്പിളിന്റെ ഫോളോയില് ഡോളർ മാത്രമേ വരുള്ളൂ. നോക്കുക, ഇവിടെ എവിടെയെങ്കിലും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇ ഉണ്ടോ നോക്കുക. ഇത് ഇ ആണേ, എപ്സിലോൺ അല്ലേ, ഇത് ഇ ആണ്. അപ്പൊ ഇവിടെ ഒരു ഇ ഉണ്ട്. ഇ കഴിഞ്ഞ് വരുന്ന സിമ്പിൾ ഏതാ? ക്ലോസിംഗ് ബ്രാക്കറ്റ്. അപ്പൊ ഇതിന്റെ ഫോളോയിൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് വരും, ഡോളറും ക്ലോസിംഗ് ബ്രാക്കറ്റും. മനസ്സിലായോ? ശരി. അദ്വൈത്, അടുത്ത ആള് അദ്വൈത് പറഞ്ഞേ. അദ്വൈത പറഞ്ഞേ. എനിക്ക് ഫോളോ ഓഫ് ഇ ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കിട്ടുന്നു പറ? ഫോളോ സി ഡാഷ്. ഫോളോ ഓഫ് ഇ ഡാഷ്. ഫോളോ ഓഫ് ഇ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ഓഫ് ഇ കേട്ടോ. എന്തുകൊണ്ടാണ് അത് കിട്ടുന്നത്? അങ്ങനെ വന്നത് റൈറ്റ് ഇൻ ടെർമിനൽ അല്ലേ ഇത്, അത് തന്നെ കാരണം. ഫോളോ ഓഫ് ഇ എന്ന് വെച്ചാൽ ഫോളോ ഓഫ് ഇ ഡാഷ് ഫോളോ ഓഫ് ഇ. യെസ്. അപ്പൊ എന്ത് കിട്ടും? ഫോളോ ഓഫ് ഇ എന്താ? ഡോളറും ക്ലോസിംഗ് ബ്രാക്കറ്റും. ഓക്കെ, ഡൺ. അടുത്ത എന്റെ ഫോളോ. അദ്വൈത് പറ. ഏത് ഫോളോ? ഫോളോ ഓഫ് ടി. ഐഡി. ഫോളോ ഓഫ് ടി എന്ന് വെച്ചാല് ഐ ഡി. ഫോളോ ഓഫ് ടി കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏത് റൂളാ വരിക? എവിടെയൊക്കെ ടി ഉള്ളത്? നമുക്ക് ടി ഇവിടെ ഉണ്ട്. അപ്പോ ഇ ഡാഷ് അല്ലേ? ഇവിടെ ഉണ്ട് ഒരു ടി 1, ഇവിടെ ഉണ്ട് ഒരു ടി 2. എവിടെയെങ്കിലും ടി ഉണ്ട്? ഇല്ലല്ലോ, 2 ടി അല്ലേ ഉള്ളൂ. 2 ടി ഉള്ളത്. അപ്പൊ ഫോളോ ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും?
ഫോളോ ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വെച്ചിട്ടാണെങ്കിൽ ഫോളോ ഓഫ് ടി ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ റൂള് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ റൂള്. മിഡിൽ സിമ്പിൾ വരുവാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം നമ്മൾ? ഫസ്റ്റ് ഓഫ് പറയട ചെക്ക. ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് E പറഞ്ഞോ. ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്. ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് എന്ന് വെച്ചാൽ എന്താ? നോക്കൂ, ഇവിടെ പോയി നോക്കൂ. ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് എന്താണ്? ഇ ഡാഷ് എന്ന് വെച്ചാൽ ഇത് ഇവിടെയുള്ള സാധനം. പ്ലസ് ഉണ്ട്, എപ്സിലോൺ ഉണ്ട്. അപ്പൊ പ്ലസ് എഴുതും. ഇനി എപ്സിലോൺ എഴുതാൻ പാടുണ്ടോ? എപ്സിലോൺ എഴുതാൻ പാടില്ല. dollar ആ ഡോളർ എങ്ങനെ വരും? ഇല്ല. ഡോളർ വരും, പക്ഷെ എങ്ങനെ കിട്ടിയെന്ന് നീ പറഞ്ഞാൽ മതി എന്നോട്. പ്ലസ് വന്നു. പ്ലസ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രാമർ ഇതാണ്. ഞാൻ ടി അല്ലേ കണ്ടുപിടിക്കുന്നത്. ടി ഉള്ള ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഇ ഡാഷ് ഡിറൈവ്സ് പ്ലസ് ടി ഇ ഡാഷ്. ഇവിടെ ഉണ്ട്. വേറെ എവിടെയാ ടി വരുന്നത്? ഇ ഡിറൈവ്സ് ടി ഇ ഡാഷ് എന്ന് പറഞ്ഞിടത്താണ് ടി വരുന്നത്. ഈ രണ്ട് സ്ഥലത്തുമാണ് ഉള്ളത്. ഞാൻ എന്ത് ചെയ്യും? ഈ രണ്ട് സ്ഥലത്തിന്റെയും നോക്കൂ. ഫോളോ ഓഫ് ടി എന്ന് വെച്ചാൽ ഫോളോ ഓഫ് ഇ ഡാഷ്. ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്. ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് എന്ന് വെച്ചാൽ എന്താ? ഇ ഡാഷിന്റെ ഫസ്റ്റ് നോക്കുക. പ്ലസ് ഉണ്ട്, അപ്പൊ പ്ലസ് ഫോളോയിൽ എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇവിടെ അപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള നോക്കൂ. ഇവിടെ അപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ടി റൈറ്റ് ആൻഡ് ടെർമിനലായി ഇല്ലേ? അപ്പൊ ഞാൻ ഏതിന്റെ ഫോളോ നോക്കും? ഇ ഡാഷിന്റെ ഫോളോ നോക്കും. വാട്ട് ഈസ് ഫോളോ ഓഫ് ഇ ഡാഷ്? ഡോളറും ക്ലോസിംഗ് സിമ്പലും. അതെങ്ങനെ വന്നു എന്ന് മനസ്സിലായോ ആർക്കെങ്കിലും? മനസ്സിലാവാണ്ടുണ്ടോ ആർക്കെങ്കിലും? മനസ്സിലായോ അഞ്ജലി? അജ്മൽ ഒന്ന് പറഞ്ഞു ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ അജ്മലെ. ഞാൻ പറയും മക്കളെ, എന്നാലല്ലേ നമുക്ക് തീർക്കണ്ടേ ഇത്. അടുത്തതിന്റെയോ? ഇനി ഫോളോ ഓഫ് ടി ഡാഷ് പറ നിങ്ങൾ. ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫോളോ ഓഫ് ടി ഡാഷ്. എവിടെയൊക്കെ ടി ഡാഷ് ഉള്ളത്? ഫോളോ ഓഫ് ടി. വെരി ഗുഡ്. ഫോളോ ഓഫ് ടി എന്തൊക്കെയാ? ഫോളോ ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഡോളറ് പ്ലസ് ഡോളറ് ക്ലോസിംഗ് ബ്രാക്കറ്റ്, അത് തന്നെ ടി. ഇനി ഫോളോ ഓഫ് എഫ്. വാട്ട് ഈസ് ഫോളോ ഓഫ് എഫ്? ഇതിന് ആൻസർ കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞാൻ പ്രോബ്ലം തരൽ നിർത്തും. ഫോളോ ഓഫ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ഓഫ് ടി ഡാഷ്. അത് മാത്രാണോ? ഫസ്റ്റ് ഓഫ് ടി ഡാഷ്. യെസ് വെരി ഗുഡ്. ഫോളോ ഓഫ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ടി ഡാഷ്. ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്ന് വെച്ചാൽ എന്ത് വരും? ഫസ്റ്റ് ഓഫ് ടി ഡാഷ് നോക്കൂ. ഫസ്റ്റ് ഓഫ് ടി ഡാഷിൽ എന്തൊക്കെയുണ്ട്? സ്റ്റാർ അല്ലേ? ഈ സ്റ്റാർ വേണ്ട ഇവിടെ. സ്റ്റാർ എടുത്ത് എഴുതും. അതിനുശേഷം എപ്സിലോൺ ഉണ്ട്. എപ്സിലോൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? എഫ് എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡ് ടെർമിനൽ ആവും. അപ്പൊ ഞാൻ ഫോളോ ഓഫ് ടി ഡാഷ് എടുക്കും. ഫോളോ ഓഫ് ടി ഡാഷ് എന്തൊക്കെയാ? പ്ലസ് ഡോളർ ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇതൊക്കെയാണോ? ഇതൊക്കെയാണോ? യെസ്. ഓക്കെ. ഇനി ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് നോക്കുക. വീഡിയോ ഒന്നും കൂടെ കണ്ട് പോസ് ചെയ്തിട്ട് നോക്കുക. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന് പാസിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. പാസിംഗ് ടേബിൾ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയാമോ? നമുക്കിപ്പം ഒരു സിമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം
ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിമ്പിൾ വന്നിട്ട് നമുക്ക് ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി എന്ന് പറയുന്ന സ്ട്രിങ് ഇത് വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുവാണ്. അപ്പോൾ ഏത് വെച്ച് റീപ്ലേസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുക ഈ ടേബിളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് സിമ്പിൾ, നമ്മുടെ ഇൻപുട്ട് സിമ്പിൾസ് ഏതൊക്കെയാ? നമ്മുടെ ഇൻപുട്ട് സിമ്പിൾസ് ഏതൊക്കെയാ? നമ്മുടെ ടെർമിനൽ സിമ്പിൾസ്, അതായത് ഐ ഡി പ്ലസ് സ്റ്റാർ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഡോളർ. ഓക്കെ, കുറച്ചും കൂടെ അടുപ്പിച്ചെഴുതാം. സ്പേസ് ഇല്ലാതെ കുറച്ച് അടുത്ത് എഴുതാം കേട്ടോ. ഐ ഡി പ്ലസ് സ്റ്റാർ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഡോളർ. ഇത്രയും എഴുതുക ഇൻപുട്ട് സിമ്പിളിന്. ഇനി നോൺ ടെർമിനൽസ് ഏതൊക്കെയാണ്? നമ്മുടെ ഒരു സൈഡിൽ ഇൻപുട്ട് ടെർമിനൽസ് എഴുതുക, അടുത്ത സൈഡിൽ അടുത്ത റോയില് നോൺ ടെർമിനൽസ് എഴുതുക. ഏതൊക്കെയാ നോൺ ടെർമിനൽസ് പറഞ്ഞാൽ ഇ ഡാഷ് ടി ടി ഡാഷ് എഫ്, ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ ഓൺ ഐ ഡി ഈ ഡിറൈവ്സ് ഐ ഡി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈനെ ഫോളോ നോക്കുക. ഈന്റെ ഫസ്റ്റ് നോക്കിയാ ഈന്റെ ഫസ്റ്റ് ഓഫ് ഇ എന്തൊക്കെയാ? ഫസ്റ്റ് ഓഫ് ഇ ഐ ഡിയും ഓപ്പൺ ബ്രാക്കറ്റും അല്ലെ? ഫസ്റ്റ് ഓഫ് ഇ നോക്ക്, ഐ ഡിയും ഓപ്പൺ ബ്രാക്കറ്റും അല്ലേ? ഫസ്റ്റ് ഓഫ് ഇ ആ രണ്ട് പൊസിഷനിലും ഈ ഗ്രാമർ എഴുതാം. ഇ ഡിറൈവ്സ് ടി ഇ ഡാഷ് ഓപ്പൺ ബ്രാക്കറ്റില് ഇ ഡിറൈവ്സ് ടി ഇ ഡാഷ്. എങ്ങനെ എഴുതിയത്? ഇതിന്റെ മീനിങ് എന്താണെന്ന് അറിയാവോ? നമുക്ക് ഐ ഡി ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൽ ഏതൊക്കെ ഗ്രാമർ ആണ്, അതായത് ഇ ഡിറൈവ്സ് ഈ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് ഒന്നുകിൽ ഐ ഡി ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ് ജനറേറ്റ് ചെയ്യാം. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇ എന്ന് പറയുന്ന സിമ്പിളിനെ ഫസ്റ്റ് എടുക്കുക. ഫസ്റ്റ് എവിടേക്കാണുള്ളത് അവിടെ ആ ഗ്രാമർ ഇ ഡിറൈവ്സ് ടി ഇ ഡാഷ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക, അവിടെ എഴുതുക. അടുത്ത ഇ ഡാഷ് വരുന്ന സമയത്തോ ഇ ഡാഷിന് ഫസ്റ്റ് പോവും. ഇ ഡാഷിന് ഫസ്റ്റ് ഏതൊക്കെയാ? പ്ലസും എപ്സിലോണും അല്ലെ? അപ്പൊ പ്ലസിനടുത്ത് നിങ്ങൾ ആദ്യം ആ ഗ്രാമർ എഴുതുക. ഏതാ ഗ്രാമർ? ഇ ഡാഷ് ഡിറൈവ്സ് പ്ലസ് ടി ഇ ഡാഷ്. ഇനിയോ എപ്സിലോൺ വരുന്നുണ്ടല്ലോ. എപ്സിലോൺ ഇവിടെ ഇല്ലല്ലോ, നമുക്ക് ശരിക്കും എപ്സിലോൺ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എപ്സിലോൺ വരുവാണെങ്കിൽ ആ സിമ്പിളിനെ ഫോളോയിൽ എഴുതുക. ഫോളോ ഏതൊക്കെയാ? ഡോളറും ക്ലോസിംഗ് ബ്രാക്കറ്റും. ഡോളറിലും ക്ലോസിംഗ് ബ്രാക്കറ്റിലും നമ്മൾ എന്ത് എഴുതും? ഇ ഡാഷ് ഡിറൈവ്സ് പ്ലസ് ടി ഇ ഡാഷ്. ഇവിടെയും എഴുതും അതുപോലെ തന്നെ ഇ ഡാഷ് ഡിറൈവ്സ് പ്ലസ് ടി ഇ ഡാഷ് എന്ന് എഴുതും. അല്ല, അവിടെ എഴുതേണ്ടത് അതല്ല, സോറി. അവിടെ നമുക്ക് എപ്സിലോൺ കിട്ടുന്ന ഗ്രാമർ എഴുതണ്ടേ. എപ്സിലോൺ കിട്ടുന്ന ഗ്രാമർ ഏതാ? ഇ ഡാഷ് ഡിറൈവ്സ് എപ്സിലോൺ അല്ലേ? അത് എഴുതുക. ഇ ഡാഷ് ഡിറൈവ്സ് എപ്സിലോൺ, ഇ ഡാഷ് ഡിറൈവ്സ് എപ്സിലോൺ. അടുത്തതിലാണെങ്കിലോ ടി ഡിറൈവ്സ് എഫ് ടി ഡാഷ്. ടീന്റെ ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഏതൊക്കെ? ഐ ഡിയിലും ഓപ്പൺ ബ്രാക്കറ്റിലും. ഐ ഡിയിൽ എന്ത് എഴുതും? ടി ഡിറൈവ്സ് എഫ് ടി ഡാഷ്. പിന്നെയോ ഓപ്പൺ ബ്രാക്കറ്റിൽ അതുപോലെ തന്നെ നിങ്ങൾ എഴുതും ടി ഡിറൈവ്സ് എഫ് ടി ഡാഷ്. ഇനി ടി ഡാഷിന്റെ കേസിലോ ടി ഡാഷിൻ്റെത് ഫസ്റ്റ് നോക്കുക. സ്റ്റാറിലും ഇവിടെയും എഴുതും എപ്സിലോൺ. എപ്സിലോൺ എന്ന് വരുമ്പോൾ ഞാൻ എന്ത് എഴുതും? ഇതിന്റെ ഫോളോ നോക്കും. അപ്പൊ ഇവിടെയൊക്കെ വരും പ്ലസ് ഡോളർ ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇത്രയും സ്ഥലത്ത് ഈ പ്രൊഡക്ഷൻ വരും. ഏത് പ്രൊഡക്ഷൻ? ടി ഡാഷ് ഡിറൈവ്സ് എപ്സിലോൺ, ടി ഡാഷ് ഡിറൈവ്സ് സ്റ്റാർ എഫ് ടി ഡാഷ്. ഇവിടെയും ടി ഡാഷ് ഡിറൈവ്സ് എപ്സിലോൺ എന്ന് വരും, ഇവിടെയും വരും ടി ഡാഷ് ഡിറൈവ്സ് എപ്സിലോൺ. എഫിൻ്റെതാണെങ്കിലോ ഐ ഡിയും ഓപ്പൺ ബ്രാക്കറ്റും. ഇവിടെ എഫ് ഡിറൈവ്സ് ഐ ഡി. ഓപ്പൺ ബ്രാക്കറ്റ് ആണെങ്കിലോ എഫ് ഡിറൈവ്സ് ഇ. ഇങ്ങനെയാണ് പാസിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്യുക.
ഈ പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ലാസ്റ്റ് എഫിന് രണ്ടെണ്ണം ഉണ്ടാവില്ലേ? അപ്പൊ എഫിന് രണ്ടെണ്ണം. ഏത്? എഫ് ഡിറൈവ്സ് ഐഡിയും എഫ് ഡിറൈവ്സ് ഓപ്പൺ ബ്രാക്കറ്റാ പറയുന്നത്? നമുക്ക് എഫ് ഓൺ ഐ ഡി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എഫിന്റെ സമയത്ത് ഐ ഡി ആണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ ഏത് ഗ്രാമർ യൂസ് ചെയ്യണം? എഫ് ഡിറൈവ്സ് ഐ ഡി എന്നുള്ള ഗ്രാമർ. ഇനി എഫിന്റെ സ്ഥാനത്ത് എനിക്ക് ഫസ്റ്റ് തന്നെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് കിട്ടണമെങ്കിൽ ഞാൻ ഏത് ഗ്രാമർ യൂസ് ചെയ്യണം? എഫ് ഡിറൈവ്സ് ഇത് ഇ. അതാണ് ഇവിടെ എഴുതിയിട്ട് ഒരു സ്ഥലത്ത് ഐ ഡിന്ന് ഒരു സ്ഥലത്ത് ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ടോ? അങ്ങനെ. എന്തുകൊണ്ട് ടി ഡാഷിന്റെ കേസിൽ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് ടി ഡാഷ് ഡിറൈവ് സ്റ്റാർ എഫ് ടി ഡാഷ് എന്ന് വരും. അതെവിടെ? സ്റ്റാറിന്റെ ടി ഡാഷ് ഓൺ സ്റ്റാർ വി വിൽ യൂസ് ടി ഡാഷ് ഡിറൈവ് സ്റ്റാർ എഫ് ടി ഡാഷ്. ഇനി എപ്സിലോൺ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഫോളോയിൽ എഴുതും. ഏതൊക്കെ? ടി ഡാഷ് ഡിറൈവ്സ് എപ്സിലോൺ, ടി ഡാഷ് ഡിറൈവ് എപ്സിലോൺ, ടി ഡാഷ് ഡിറൈവ്സ് എപ്സിലോൺ എന്നുള്ള ഗ്രാമർ. മനസ്സിലായോ? യെസ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നാൽ നിങ്ങൾ അതിന്റെ പാസിംഗ് ടേബിളും കൂടെ വരക്കൂലേ? ഞാൻ ഒരു ഗ്രാമറും കൂടെ തരാം, നിങ്ങൾ അതിന്റെ പാസിംഗ് ടേബിൾ വരക്കൂലേ? അല്ലേ? ഒരു ഗ്രാമറും കൂടെ തരട്ടെ? ക്വസ്റ്റ്യൻ എഴുതിക്കോ. കൺസ്ട്രക്ട് പാസിംഗ് ടേബിൾ ഫോർ ദ ഗ്രാമർ എസ് ഡിറൈവ്സ് സ്മോൾ ലെറ്റർ ഐ പി എസ് എസ് ഡാഷ് ബാർ എ എസ് ഡാഷ് ഡിറൈവ്സ് ഇ എസ് ബാർ എപ്സിലോൺ ഇ ഡിറൈവ്സ് ബി. നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ആദ്യം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു, എന്നിട്ട് പറയാണ് കൺസ്ട്രക്ട് പാസിംഗ് ടേബിൾ. കൺസ്ട്രക്ട് പാസിംഗ് ടേബിൾ ഫോർ ദ ഫോളോയിങ് ഗ്രാമർ എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ആദ്യം എന്താ ചെയ്യാ? ആദ്യം എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന ഗ്രാമറിന്റെ പാസിംഗ് ടേബിൾ കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കണം. യെസ്, വെരി ഗുഡ്. അപ്പൊ ഫസ്റ്റ് ഫോളോ ഏതൊക്കെ സിമ്പിളിന്റെ? എസിന്റെ, എസ് ഡാഷിന്റെ, ഇന്റെ. കണ്ടുപിടിച്ചോ? ആൻസർ പറഞ്ഞു നിങ്ങൾ തന്നെ. വാട്ട് ഈസ് ഫസ്റ്റ് ഓഫ് എസ്? ഫസ്റ്റ് ഓഫ് എസ് എന്താ? I, A. Very good. First of S dash. First of S dash. First of S dash എന്താ? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലടാ. എസ് ഡാഷിന്റെ ഫസ്റ്റിൽ വരുന്ന സിമ്പിൾ ഏതൊക്കെയാ? ഇ ആൻഡ് എപ്സിലോൺ അല്ലേ? ഇ എപ്സിലോൺ. വാട്ട് ഈസ് ഫസ്റ്റ് ഓഫ് ഇ? ഫസ്റ്റ് ഓഫ് ഇ എന്താ? ഫസ്റ്റ് ഓഫ് ഇ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റൊരു സിമ്പിളേ ഉള്ളൂ, ബി. അപ്പൊ ബി മാത്രം വരും. റൈറ്റ്. അടുത്തതിലോ? ഇനി ഇതിന്റെ തന്നെ ഫോളോ കണ്ടുപിടിക്കണം. ഫോളോ ഓഫ് എസ് എന്തൊക്കെയാ? ഫോളോ ഓഫ് എസ് എന്താ? സ്റ്റാർട്ട് സിമ്പിൾ ആയതുകൊണ്ട് ഡോളറും വരും, പിന്നെ
ഫസ്റ്റ് ഓഫ് എസ് ഡാഷ് ഫസ്റ്റ് ഓഫ് ഫോളോ ഓഫ് എസ് എന്താണ് വരിക? ഓക്കെ, ഫോളോ ഓഫ് യെസ്. എസ് എവിടെയൊക്കെ വരുന്നുണ്ട്? ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ഫോളോ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് എസ് ഡാഷ്. ഫസ്റ്റ് ഓഫ് എസ് ഡാഷ് എന്ന് വെച്ചാൽ എന്തൊക്കെയാ? ഇയും എപ്സിലോണും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇ ഇവിടെ എഴുതും, റൈറ്റ്? എന്നിട്ട് എപ്സിലോൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എപ്സിലോൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹലോ, റൈറ്റ് ഇൻ ടെർമിനൽ ആവില്ലേ? എസ് എസ് ഡാഷ് എന്നല്ലേ ഉള്ളത്. എസ് ഡാഷിൻ്റെതാണ് ഇയും എപ്സിലോണും ഉള്ളത്. ഇ എഴുതി, എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എസ് റൈറ്റ് ഇൻ ടെർമിനലായി. അഗെയിൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എസ് തന്നെയുള്ളത്. അപ്പൊ ഒന്നും പുതുത് കിട്ടാനില്ല, റൈറ്റ്? അപ്പൊ ഫോളോ ഓഫ് എസ് എന്ന് പറയുന്നത് ഡോളറും ഇയും കിട്ടും. ഇനി വാട്ട് ഈസ് ഫോളോ ഓഫ് എസ് ഡാഷ്? റൈറ്റ് ഇൻ ടെർമിനൽ. ദെൻ ഫോളോ ഓഫ് എസ് ഡാഷ് വരുന്ന സമയത്ത് ഫോളോ ഓഫ് എസ് തന്നെ വരും അല്ലേ? ഇവിടെയല്ലേ ഉള്ളൂ റൈറ്റ് ഇൻ ടെർമിനൽ. ഫോളോ ഓഫ് എസ് തന്നെ വരും. ഡോളർ ആൻഡ് ഇ. വാട്ട് ഈസ് ഫോളോ ഓഫ് ഇ? ഇ കഴിഞ്ഞ് ഫോളോ വരുന്ന സിമ്പൽ ടി. അപ്പൊ ടി കിട്ടും. ക്ലിയർ ആയല്ലോ? ശരി. അപ്പൊ ഞാൻ എന്താ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോണേ. ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഏതൊക്കെയാ നോൺ ടെർമിനൽസ്? എ, ബി, ഇ, ഐ, ടി ആൻഡ് ഡോളർ, റൈറ്റ്? ഇനിയോ ടെർമിനൽസ്, നോൺ ടെർമിനൽസ് ഏതൊക്കെയാ? എസ്, എസ് ഡാഷ്, ഇ. എസ് ഓൺ എ. എസിന്റെ ഫസ്റ്റിൽ നോക്കാം. എസിന്റെ ഫസ്റ്റിൽ ഏതൊക്കെയുണ്ട്? ഐയും എയും. അപ്പൊ ഞാൻ ഏത് എഴുതും? എസ് എ ഡിറൈവ് ചെയ്യണ ഞാൻ ഏത് ഗ്രാമർ യൂസ് ചെയ്യണം? എസ് ഡിറൈവ്സ് എ. എസിന്റെ അടുത്ത് ഐ ഡിറൈവ് ചെയ്യണ ഞാൻ ഏത് എഴുതും? എസ് ഡിറൈവ്സ് ഐ, ഇ, ടി, എസ്, എസ് ഡാഷ്. ഇങ്ങനെ വരുവേ. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയല്ലോ. എസിൻ്റെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഫോളോ ഓഫ് ഇനി ഇ ഡാഷ് നോക്കാം. ഫോളോ ഓഫ് ഇത് എവിടെ? എസ് ഡാഷിന്റെ എവിടെയൊക്കെ വരണം? ഇയില് വരും. ഏത് ഗ്രാമർ? എസ് ഡാഷ് ഡിറൈവ്സ് ഇ ആൻഡ് എസ്. ഇനി എസ് ഡാഷ് ഡിറൈവ്സ് എപ്സിലോൺ എന്ന് പറഞ്ഞൊരു ഗ്രാമർ ഉണ്ടല്ലോ, അതെവിടെ വരും? എപ്സിലോൺ വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? അത് ഡോളറിലും ഇയിലും എഴുതണം അല്ലേ? ഡോളറിൽ അപ്പൊ ഞാൻ എന്ത് എഴുതും? എസ് ഡാഷ് ഡിറൈവ്സ് എപ്സിലോൺ. ഇവിടെയും എന്ത് എഴുതും? എസ് ഡാഷ് ഡിറൈവ്സ് എപ്സിലോൺ. ഇനി ഇന്റെ കേസിലോ? ഇ ഡിറൈവ്സ് ബി. അപ്പൊ ഇവിടെ മാത്രം എഴുതണം ഇ ഡിറൈവ്സ് ബി എന്ന് ഇവിടെ എഴുതും. ഇങ്ങനെയാണ് പാസിംഗ് ടേബിൾ വരക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പോ ഇങ്ങനെയാണ് ഇത്. ഈ രീതിയിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും, ജനറേറ്റ് എ പാസിംഗ് ടേബിൾ ഫോർ ദ ഗിവൺ ഗ്രാമർ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താ? ആദ്യം ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കുക, ടേബിൾ വരക്കുക. ടേബിൾ വരക്കുന്ന സമയത്ത് ടെർമിനൽസ് കോളത്തിൽ എഴുതുക, നോൺ ടെർമിനൽസ് റോയിൽ എഴുതുക. പിന്നെ ഓരോന്നും എവിടെ ഫസ്റ്റിൽ നോക്കുക. ഫസ്റ്റിലുള്ളിടത്തൊക്കെ ആ കറസ്പോണ്ടിങ് ഗ്രാമർ എഴുതുക. ഫസ്റ്റിൽ എപ്സിലോൺ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഫോളോയില് ആ ഗ്രാമർ എഴുതുക. ഓക്കെ, ഡൺ. ശരി. ഇനി കുറച്ച് ഞാനിപ്പോ ഇത്ര നേരം പറഞ്ഞ കാര്യം തന്നെ ഒന്ന് നമ്മുടെ നോട്ടിൽ, നമ്മുടെ PPT ഒന്ന് പോവാം. ഓക്കെ, സോ ടോപ്പ് ഡൗൺ പാസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ഇഫ് എ സ്ട്രിംഗ് ഓഫ് ടോക്കൺ ക്യാൻ ബി ജനറേറ്റഡ് ബൈ എ ഗ്രാമർ. അതിൽ രണ്ട് ടൈപ്പ് പാസിംഗ് അപ്രോച്ചസ് ഉള്ളത്, ടോപ്പ് ഡൗണും ബോട്ടം അപ്പും. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടോപ്പ് ഡൗണിന്റെ ഡിവിഷൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരിക. ടോപ്പ് ഡൗണിന് റിക്കേഴ്സീവ് ഡിസെൻഡന്റ് ഉണ്ട്. റിക്കേഴ്സീവ് ഡിസെൻഡന്റിൽ
ബാക്ക് ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട് നോൺ ബാക്ക് ട്രാക്കിംഗും ഉണ്ട്. നോൺ ബാക്ക് ട്രാക്കിംഗിൽ വരുന്നതാണ് പ്രിഡിക്റ്റീവ് പാർസർ. അതിന് വരുന്ന എക്സാമ്പിൾ ആണ് LL പാർസർ. ഈ ക്ലാസിഫിക്കേഷൻ എപ്പോഴും ഓർത്ത് വെക്കണേ. ഒരു പാർസൽ തന്നിട്ട് ഇത് എന്ത് ടൈപ്പ് പാർസർ ആണെന്ന് എപ്പോഴും ചോദിക്കുന്നു. ടോപ്പ് ഡൗൺ പാർസർ ആണോ ബോട്ടം അപ്പ് പാർസർ ആണോ എന്നൊക്കെ. അടുത്തത് റിക്കേഴ്സീവ് ഡിസെൻഡന്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ റിക്കേഴ്സീവ് ഡിസെൻഡന്റ്. റിക്കേഴ്സീവ് ഡിസെൻഡന്റ് എന്ന് വെച്ചാൽ എന്താ? It is most general form of top down parsing. It may involve backtracking. ഇതിൽ backtracking വരാം. That is making the repeated scan of the input. എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇപ്പം ഞാൻ എഴുതുവാണ് S derives A B C എന്ന് വിചാരിച്ചോ. ഇത് ഞാൻ ചോദിക്കുവാണ് A എന്ന് പറയുന്ന സ്ട്രിങ് ഈ ഇത് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്ത് ചെയ്യും? A പറ്റുന്നുണ്ട്. ഇനി അടുത്ത പ്രൊഡക്ഷൻ നോക്കൂ. അടുത്ത പ്രൊഡക്ഷൻ B ആണ്. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എസിന് വേറെ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുക. വേണമെങ്കിൽ S derives A എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ സബ്സ്റ്റിറ്റ്യൂഷന് പകരം ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് A എഴുതും, B ന് പകരം A എഴുതും. അപ്പോൾ അതാണ് ഈ ബാക്ക് ട്രാക്കിങ് നോൺ ബാക്ക് ട്രാക്കിങ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഞാൻ നിർത്താട്ടെ മക്കളെ, തീരാനായി. അപ്പോൾ നോക്കിയേ നിങ്ങൾ, ഇപ്പോൾ തന്നിരിക്കുന്ന ഗ്രാമർ S derives CAD, A derives AB, bar B. നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ C derives W is equal to CAD ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ടു കൺസ്ട്രക്ട് എ പാസ് ട്രീ ഫോർ ദ സ്ട്രിങ് ടോപ്പ് ഡൗൺ നമ്മൾ ആദ്യം എന്താ സ്റ്റാർട്ട് ചെയ്യുക? നിങ്ങൾക്ക് ഇങ്ങനൊരു ഗ്രാമർ കിട്ടിയാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? S derives CAD എന്ന് എഴുതും. അതിനുശേഷം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യേണ്ട സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് എന്താ? C. So input pointer point to C. First symbol of W is C. അപ്പോൾ ഇതാ CADയിലുള്ള ഫസ്റ്റ് സിമ്പിൾ ഏതാ? C അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പാസ് ചെയ്യുന്ന സമയത്ത് C കിട്ടി. ഓക്കെ, അടുത്ത സിമ്പിൾ നോക്കൂ. പോയിന്റർ അടുത്തേക്ക് പോകും. ഇത് ഇൻപുട്ട് ബഫറിലാണ് ഉണ്ടാവുക. ബഫറിലെ അടുത്ത സിമ്പിൾ നോക്കൂ, ഏതാ? A. അപ്പൊ എയിൽ എന്താ ചെയ്യുന്നത്? A എന്ന് പറയുന്നതിന്റെ പ്രൊഡക്ഷൻ നോക്കൂ നിങ്ങൾ. എയിൽ രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്, AB ഉണ്ട് എയും ഉണ്ട്. റൈറ്റ്, ഞാൻ ആദ്യത്തെ പ്രൊഡക്ഷനിൽ AB വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു വിചാരിച്ചോ. നോക്ക്, ഇതിൽ AB വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? നേരത്തെ ഒരു സിംഗിളേ ഉണ്ടായിരുന്നുള്ളൂ, S derives CAD എന്നുണ്ടായിരുന്നു. CAD ഇനി ഞാൻ എന്ത് ചെയ്യും? എനെ റീപ്ലേസ് ചെയ്തിട്ട് now we expand A using the first alternate A derives AB. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? CABD എന്ന് കിട്ടും. We have the match for the second input symbol A. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സിമ്പിളും കൂടെ മാച്ച് ആയി. നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട CAD ആണ്. ഇത് മാച്ച്, ഇത് മാച്ച് ആയി. ഓക്കെ, ഇത് രണ്ടും കിട്ടി. സോ വി അഡ്വാൻസ് ദ പോയിന്റർ ടു ദ നെക്സ്റ്റ് D. ഇതാ ഇവിടത്തേക്ക് പോകും. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ D മാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏതുള്ളത്? സിൻസ് B does not match with D, what we will do? We have to go back further with A. എയിലേക്ക് തിരിച്ചു പോവും. എന്നിട്ട് ഈ AB എന്ന് പറയുന്ന ഓപ്ഷന് പകരം A derives A എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടിയില്ലേ? കണ്ടാ, A derives A എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടിയില്ലേ ഇതില്? ക്ഷമ നശിച്ച എല്ലാവരുടെയും. A എന്ന് പറഞ്ഞൊരു ഗ്രാമർ A derives A. അപ്പൊ ABക്ക് പകരം ഞാൻ ഏത് ഗ്രാമർ യൂസ് ചെയ്യും? A എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് പാസ് ചെയ്ത് തുടങ്ങും. എങ്ങനെ? CA, മൂന്നാമത്തെ സിമ്പിൾ നോക്കും D. അതാണ് എൻ്റെ ഇൻപുട്ടിലെ സിമ്പിൾ. സോ ദ ലീഫ് തേർഡ് സിമ്പിളിൽ D മാച്ചസ് വിത്ത് സിമ്പിൾ ഇൻ ദ ഇൻപുട്ട് ബഫർ. തേർഡ് സിമ്പിൾ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഏത് പ്രൊഡക്ഷൻ യൂസ് ചെയ്യും? A derives A എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? അതാണ് പറഞ്ഞത്. ഇനി അടുത്ത പറയാനുള്ളത് പ്രെഡിക്റ്റീവ് പാസിംഗ് എന്താണ്? പ്രെഡിക്റ്റീവ് പാസിംഗ് എവിടെ വരുന്നതാ? പ്രെഡിക്റ്റീവ് പാസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഡൗൺ പാസിംഗിൽ വേറൊരു ടൈപ്പ് പാസിംഗ് അല്ലേ? പ്രെഡിക്റ്റീവ് പാസിംഗിന്റെ ഡിവിഷൻ നോക്ക്. ആ ക്ലാസിഫിക്കേഷനിൽ എവിടെ വരാൻ നോക്കൂ.
പ്രെഡിക്റ്റീവ് പാസിംഗ് എന്ന് വെച്ചാൽ നോൺ ബാക്ക് ട്രാക്കിംഗ് പാസർ ആണ് പ്രെഡിക്റ്റീവ് പാസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പ്രെഡിക്റ്റീവ് പാസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു തിയറി പറഞ്ഞിട്ട് പോവാം, ഒരു കാമണിക്കൂറും കൂടെ അപ്പോഴത്തേക്ക് തരും. Predictive passing is a special form of recursive dissonant passing in which current input token unambiguously determine the production to be applied. നമുക്ക് ഏത് പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഗോൾ ഓഫ് ദ predictive passing എന്ന് വെച്ച് കഴിഞ്ഞാൽ is to construct a top down passer that never backtrack. കണ്ടില്ലേ, നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് ആ പാസർ നോൺ ബാക്ക് ട്രാക്കിംഗ് ആണ്. പ്രെഡിക്റ്റീവ് പാസറിന്റെ പൊസിഷൻ നോക്കിയേ, പ്രെഡിക്റ്റീവ് പാസിംഗ് എന്ന് വെച്ചാൽ നോൺ ബാക്ക് ട്രാക്കിംഗ് പ്രൊസീജർ ആണ്. അപ്പൊ ഞാൻ നേരത്തെ എഴുതിയ പോലെ എസ് ഡി റൈസ് സി എ ഡി എന്ന് എഴുതി, എന്റെ സ്ഥാനത്ത് ഞാൻ എ ബി എന്ന് എഴുതുന്ന സമയത്ത് എനിക്ക് ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി വന്നു അല്ലെ. അപ്പൊ അത് ഒഴിവാക്കുകയാണ് ഈ പ്രെഡിക്റ്റീവ് പാസറിൽ വേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസി മെത്തേഡ് എന്താ, ഇതിന് തൊട്ടടുത്ത സിമ്പിള്, അതായത് എ ഡിറൈവ്സ് എ ബി ഉണ്ട്, എ ഡിറൈവ്സ് എ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യേണ്ട സ്ട്രിങ് സി എ ഡി ആണെങ്കിൽ ഓൾറെഡി എ ജനറേറ്റ് ചെയ്തു. എ കഴിഞ്ഞിട്ട് ഇനി ബി ആണോ അതോ വേറെ ഏതെങ്കിലും സിമ്പിൾ ആണോ നമ്മൾ ആദ്യം നോക്കി വെക്കുക. എന്നിട്ട് ഏത് ഗ്രാമർ വേണോ ആ ഗ്രാമർ യൂസ് ചെയ്യുക. അതാണ് ശരിക്കും പ്രെഡിക്റ്റീവ് പാസിംഗിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അദ്വൈത്, അജ്മൽ, നഫ, നേഹ, ഞാനിപ്പോ നിർത്തും, നിങ്ങൾ വിഷമിക്കണ്ട, ഇപ്പൊ നിർത്തും, ഇപ്പൊ തീരും. ഓക്കെ അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പോ നമുക്ക് പ്രെഡിക്റ്റീവ് പാസർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ. വിശക്കുന്നുണ്ടാ? ഭക്ഷണം കഴിക്കാണ്ട് വന്നാടാ? ഇനി ഈ ഒരു കാര്യം കൂടെ ഉള്ളൂ, ഇതും കൂടെ കഴിഞ്ഞത് കഴിഞ്ഞു. കണ്ടില്ലേ, ബാക്കി ലെഫ്റ്റ് ഫാക്ടറിങ് ലെഫ്റ്റ് റിക്കേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കാമണിക്കൂറും കൂടെ ഒന്ന് വിശപ്പ് പിടിച്ചിരിക്കടാ. ഓക്കെ, അപ്പോ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം പ്രെഡിക്റ്റീവ് പാസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദ ഗോൾ ഓഫ് പ്രെഡിക്റ്റീവ് പാസിംഗ് ഈസ് ടു കൺസ്ട്രക്ട് എ ടോപ്പ് ഡൗൺ പാസർ ദാറ്റ് നെവർ ബാക്ക് ട്രാക്ക്. അതിനുവേണ്ടി നമുക്ക് ലെഫ്റ്റ് റിക്കേഷൻ ഒഴിവാക്കണം, അതുപോലെ ലെഫ്റ്റ് ഫാക്ടറിങ് ചെയ്യണം. ലെഫ്റ്റ് റിക്കേഷൻ എങ്ങനെ ഒഴിവാക്കണം നിങ്ങൾക്ക് അറിയാലോ. എ ഡിറൈവ്സ് എ ആൽഫ ആണെങ്കിൽ ആ ഫോർമുലയ്ക്ക് കൺവേർട്ട് ചെയ്യില്ലേ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ലെഫ്റ്റ് റിക്കേഷൻ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെയുള്ളത് ലെഫ്റ്റ് ഫാക്ടറിങ്. ലെഫ്റ്റ് ഫാക്ടറിങ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഫാക്ടറിങ് ഈസ് എ ഗ്രാമർ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ പ്രൊഡ്യൂസിങ് എ ഗ്രാമർ സ്യൂട്ടബിൾ ഫോർ പ്രെഡിക്റ്റീവ് പാസിംഗ്. അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫോം ഇതാന്ന് വിചാരിച്ചോ. എ ഡിറൈവ്സ് ആൽഫ ബീറ്റ 1 ആൽഫ ബീറ്റ 2. അപ്പൊ ഞാൻ അതിനെ ഏത് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യും. എ ഡിറൈവ്സ് ആൽഫ ബി ഡിറൈവ്സ് ബീറ്റ 1 ബാർ ബീറ്റ 2. അതായത് നിങ്ങൾക്ക് അറിയാലോ, എ ഡിറൈവ്സ് എ ആൽഫ ആണെങ്കിൽ നിങ്ങൾ അതിനെ നേരത്തെ ലെഫ്റ്റ് ഫാക്ടറിങ് ചെയ്ത പോലെ തന്നെ എ ഡിറൈവ്സ് ആൽഫ ബീറ്റ 1 ബാർ ആൽഫ ബീറ്റ 2 ആണെങ്കിൽ നിങ്ങൾ ഇതിനെ എ ഡിറൈവ്സ് ആൽഫ ബി ഡിറൈവ്സ് ബീറ്റ 1 ബീറ്റ 2 എന്ന് പറയുന്ന ഫോർമുലയ്ക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് ഈ ലെഫ്റ്റ് ഫാക്ടറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക, എളുപ്പമാണ്. പിന്നെ ഉള്ളതാണ് നോൺ റിക്കേഴ്സീവ് പ്രെഡിക്റ്റീവ് പാസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇതിന് പാസിംഗ് ടേബിളിന് പ്രെഡിക്റ്റീവ് പാസിംഗ് ഉണ്ടാവും, പാസിംഗ് ടേബിൾ ഉണ്ടാവും, സ്റ്റാക്ക് ഉണ്ടാവും, ഇൻപുട്ട് ബഫർ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ജനറൽ സിന്റാക്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇൻപുട്ട് ബഫർ എന്താ ചെയ്യുക, സ്റ്റാക്ക് എന്താ ചെയ്യാന്ന് ഞാൻ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്രെഡിക്റ്റീവ് പാസിംഗ് അൽഗോരിതം നമുക്ക് എന്നിട്ട് പറയാം. കൺസ്ട്രക്ഷൻ ഓഫ് പ്രെഡിക്റ്റീവ് പാസിംഗ് ടേബിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഈ പാസിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്യുന്ന കാര്യം അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോളോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ടേബിളിൽ എഴുതുന്ന നമ്മളിപ്പോൾ വരച്ചിട്ടില്ലേ അത് തന്നെ ചെയ്തു. ഓക്കെ, LL1 ഗ്രാമറും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ, 1 ലുക്ക് അഹെഡ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഓടിച്ചിട്ട് തീർച്ചയാണ്. ഞാൻ കുറച്ചും കൂടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് മൊഡ്യൂൾ 2 ഏതാണ്ട് കംപ്ലീറ്റ് ആയി.
സീരീസിന് വേണ്ട പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ സീരീസ് എക്സാമിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഇന്നിപ്പോ ക്രിയേറ്റ് ചെയ്ത ടൈപ്പ് പ്രോബ്ലംസ് ഇല്ലേ, അതെന്തായാലും ഉണ്ടാവും. അത് പഠിക്കുക. പ്രൊഡക്റ്റീവ് പാസിംഗ് പഠിക്കുക. LL1 ഗ്രാമർ എന്താന്ന് പഠിക്കുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അതിന് മുമ്പ് എനിക്കൊന്ന് അറ്റൻഡൻസ് വേണം. മറ്റൊരു സെക്കൻഡ് ഇടാ. അറ്റൻഡൻസും കൂടെ എടുത്ത് നിങ്ങൾ വേഗം ആകാശ്, അഭിനവ്, ആദർശ്, അദ്വൈത്, ആദർശ് ഉണ്ടോ? അദ്വൈത്, അജ്മൽ, അഖിൽ, അനഘ, അഞ്ജലി, ഇതിലുണ്ടോ? ഓക്കെ, അനുഗ്രഹ്, അതിൻ, അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്. ഓക്കെ, കാർത്തിക് ഇല്ലേ? കാർത്തിക് ഇല്ല, അത് ആപ്ഷൻ്റെ. കാർത്തിക് ആപ്ഷൻ്റെ. ദെൻ കീർത്തന ഉണ്ട്. ഓക്കെ, മുഹമ്മദ് സിനാൻ ഇല്ലേ? മുഹമ്മദ് സിനാൻ, ഇജാസ്. സിനാൻ ഇല്ല. ഇജാസ് ഉണ്ടോ? ഇജാസ് ഇല്ല. ഓക്കെ, നഫ, നേഹ, നിതിൻ, പ്രണവ് എ, പ്രണവ് സി ഇല്ല അല്ലെ? പ്രണവ് സി ഇല്ല. റൈസ, റസാന, റിസ്വിൻ ഇല്ല. ഓക്കെ. റസാന ഇല്ല. റസാന ഉണ്ട്. റസാന ഉണ്ട്. റിസ്വിൻ ഇല്ല അല്ലെ? റിസ്വിൻ ഇല്ല. റോഷൻ ഉണ്ടോ? റോഷൻ ഇല്ലല്ലോ. റോഷൻ ഇല്ല. സഹല ബി, സഹല എൻ ഇല്ല അല്ലേ? ഉണ്ടല്ലേ. സഹല ബി ഇല്ല അല്ലേ? ഉണ്ടല്ലേ? ഓക്കെ, എല്ലാവരും ഉണ്ട്. സംഗീത്, സാരംഗ്, ഷറൂൺ ഉണ്ടോ? ഷറൂൺ ഇല്ല. ഷറൂൺ ആബ്സെന്റ്. ശ്രദ്ധയുണ്ട്. വിഷ്ണു വിനോദ് ഉണ്ടോ? വിഷ്ണു ഉണ്ടോ? വിഷ്ണു ഇല്ല. വൈഷ്ണവി ഇല്ല. വൈഷ്ണവി ഉണ്ട്. ഓക്കെ, ശ്രീഷ്മ, അഞ്ജിത ആൻഡ് ഷിറോണ. ശ്രീഷ്മ, അഞ്ജിത ഇല്ലേ? ഷിറോണ ഇല്ല അല്ലെ? ഓക്കെ ദെൻ, അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഡേ അല്ലേ കമ്പൽസറി വരുന്നത്?